In today's class, we are going to discuss about habitat ecology. Terrestrial ecosystem allande പിന്നെയുള്ളതാണ് aquatic ecosystem. Aquatic ecosystem freshwater ecosystem ഉണ്ട്. So let us begin with the freshwater ecology. Limnology എന്നും പറയും. The study of freshwater ecology is known as limnology. ഇവിടെ basic relationship between organism and freshwater environment ആണ് ഡിസ്കസ് ചെയ്യുന്നത്. And in limnology, all the aspects like physical, chemical, geological and biological aspects of fresh water deal ചെയ്യുന്നുണ്ട്. ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോസ്ഫിയർ അല്ലെങ്കിൽ എർത്ത് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്മോൾ പോർഷൻ മാത്രമേ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളൂ. ദർ ആർ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, അതായത് ലെൻറ്റിക് ഹാബിറ്റ് ഉള്ളത്. ലെൻറ്റിക് ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ലേക്ക് ആണ്, ദാറ്റ് ഡു നോട്ട് മൂവ്. ലോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ആണ്, ദാറ്റ് മൂവ്സ്. Now, characteristics of freshwater habitat. ഇവിടെ ആദ്യം നമ്മൾ സെലൈനിറ്റി ആണ് പറയുന്നത്. സെലൈനിറ്റി എന്ന് പറയുമ്പോൾ ലോ ലെവൽ സെലൈനിറ്റി ആണ്, അബൌട്ട് 1.8% സോൾട്ട് കോൺസെൻട്രേഷനേ ഉള്ളൂ. സോൾട്ട് പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, സിലിക്കോൺ ആൻഡ് പൊട്ടാഷ്യം ആണ്. ആൻഡ് ഓസ്മോട്ടിക് കണ്ടീഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടോണിക് ആണ്, അതായത് ഫ്ലൂയിഡിൽ സോൾവെൻറ്റിൻ്റെ എമൗണ്ട്, സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കുറവാണ്. ലൈക്ക് ഷുഗേഴ്സ്, സോൾട്ടൊക്കെ വളരെ കുറച്ചാണ് നോർമലി കാണുന്നത്. സോ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിലേക്ക് ഈ പറയുന്ന ഫ്രഷ് വാട്ടർ എൻ്റർ ചെയ്യുന്നത് ത്രൂ എൻഡോസ്മോസിസ് ആണ്, അതായത് ഓർഗാനിസത്തിൻ്റെ അകത്തേക്ക്. ഹൈപ്പോട്ടോണിക് ആയതുകൊണ്ടിട്ട് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. സോ എൻഡോസ്മോസിസ്, ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ അകത്തേക്ക് വാട്ടർ എൻറ്റർ ചെയ്യും. ആൻഡ് എക്സസ് വാട്ടർ ആണെങ്കിൽ ദ വാട്ടർ ഇസ് പംപ്ഡ് ഔട്ട് ഫ്രം ദി ആനിമൽസ് ബോഡി. നൗ പ്രഷർ ഇസ് ലെസ് ദാൻ മെറൈൻ ഹാബിറ്റാറ്റ്. മെറൈൻ ഹാബിറ്റാറ്റിലാണ് കൂടുതൽ പ്രഷർ. ബോയൻസി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എബിലിറ്റി ടു ഫ്ലോട്ട്. നൗ ബോയൻസി എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് വാട്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്താൽ എത്ര വാട്ടർ ആണോ പുറത്തേക്ക് ഡിസ്പ്ലേസ് ആവുന്നത് അതാണ് ബോയൻസി മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ വെയിറ്റ് ഓഫ് ലൈക്ക് ബോയൻസി വിൽ ബി ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. നൗ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ വളരെ ക്ലിയർ വാട്ടർ ആയിരിക്കും. ആൻഡ് ദ ലൈറ്റ് ക്യാൻ ഈവൻ റീച്ച് ടു ദി ബോട്ടം ഓഫ് ദി ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്. അതിനൊരു ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് ലൈക്ക് ലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർ സ്ട്രാറ്റിഫിക്കേഷൻ, തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, അതായത് വേരിയിങ് ഡിഗ്രീസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ഈ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് ബേസ്ഡ് ഓൺ ദി തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ ദർ ആർ ബേസിക്കലി 3 ലെയേഴ്സ്. അതിൽ ഏറ്റവും ബോട്ടമിലുള്ളതാണ് ഹൈപ്പോലിംനിയോൺ ആൻഡ് എബോവ് ഹൈപ്പോലിംനിയോൺ ഇസ് മെറ്റാലിംനിയോൺ ആൻഡ് ഏറ്റവും ടോപ്പിലുള്ളതാണ് എപ്പിലിംനിയോൺ. ഹൈപ്പോലിംനിയോൺ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ വിൽ ബി അബൌട്ട് 4 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് മെറ്റാലിംനിയോൺ എന്ന് പറയുമ്പോൾ 10 to 20 ഒരുമാതിരി റേഞ്ചിലായിരിക്കും മെറ്റാലിംനിയോണിലും. ആൻഡ് എപ്പിലിംനിയോണിൽ ഇസ് അബൌട്ട് 20 to 30 ആൻഡ് മാക്സിമം 30 റേഞ്ചിൽ എപ്പിലിംനിയോണിലുള്ള ടെമ്പറേച്ചറാണ്. സോ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ബേസ്ഡ് ഓൺ ദി തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഹൈപ്പോലിംനിയോൺ, മെറ്റാലിംനിയോൺ ആൻഡ് എപ്പിലിംനിയോൺ. എപ്പിലിംനിയോൺ, മെറ്റാലിംനിയോൺ ആൻഡ് ഹൈപ്പോലിംനിയോണിൻ്റെ ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എപ്പിലിംനിയോൺ വിൽ ബി വാർമർ, കാരണം ടോപ്പ് ലെയർ ആണ്, സൺലൈറ്റ് കൂടുതൽ എത്തുന്നത് കൊണ്ടിട്ട് വാർമർ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഹീറ്റഡ് ബൈ വിൻഡ് ആൻഡ് ഹോമോജനൈസ്ഡ് ബൈ വിൻഡ്. നൗ ന്യൂട്രിയൻറ്റിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു അതർ 2 ലെയേഴ്സ്. ഇനി സൺലൈറ്റ് നന്നായിട്ട് എത്തുന്നത് കൊണ്ടിട്ട് ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും, അതേപോലെ ഫൈറ്റോ പ്ലാങ്ക്ടൻസും കൂടുതലായിരിക്കും. ആൻഡ് മെറ്റാലിംനിയോൺ എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആണ്, അപ്പം ഇതൊരു കണക്റ്റിംഗ് ലെയർ ആണ്. എപ്പിലിംനിയോണിനെയും ഹൈപ്പോലിംനിയോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് മെറ്റാലിംനിയോൺ എന്ന് പറയുന്നത്. ഒരു ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്, ദാറ്റ് ഇസ് 21 ഡിഗ്രി സെൽഷ്യസ് അറൗണ്ട് ആയിരിക്കും ഒരു മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ട്രാൻസിഷൻ സോണാണ്. ആൻഡ് നമ്മൾ മെറ്റാലിംനിയോണിൽ നിന്ന് ഹൈപ്പോലിംനിയോണിലേക്ക് പോകുന്ന ആ ഒരു വേരിയേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്തുകൊണ്ട് വരുന്ന ടെമ്പറേച്ചറാണ്. ആൻഡ് വിൻഡിൻ്റെ വലിയ എഫക്റ്റ് ഒന്നും ഈ പറയുന്ന മെറ്റാലിംനിയോണിൽ വരുന്നില്ല. നൗ ഹൈപ്പോലിംനിയോൺ എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം ലെയർ ആണ്, കമ്പാരിറ്റീവ്ലി കൂളറാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 to 7 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സൺലൈറ്റ് അവിടെ ഹീറ്റ് എത്തുന്നില്ല, സണ്ണിൻ്റെ ഹീറ്റ് അങ്ങനെ ലാർജ് എമൗണ്ടിൽ എത്തുന്നില്ല. പുവർ ഗേഷ്യസ് കോൺടാക്റ്റ് ആയിരിക്കും ആൻഡ് ഡു നോട്ട് പ്രൊമോട്ട് ഫോട്ടോസിന്തസിസ്. അടുത്തതാണ് ലെൻറ്റിക് ഹാബിറ്റാറ്റ്. ലെൻറ്റിക് ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടറിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ് ആണ് ലെൻറ്റിക് ഹാബിറ്റാറ്റ്.
ഫ്രഷ് വാട്ടർ ലെൻറ്റിക് ഹാബിറ്റാറ്റ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വാട്ടർ വിൽ നോട്ട് മൂവ്, സ്റ്റിൽ ഓർ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ആണ്, മിനിമം മൂവ്മെൻ്റ് ആണ് വാട്ടർ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ വാട്ടർ ബോഡീസിൻ്റെ ബോട്ടം വരെ ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യും. ആൻഡ് പ്ലാന്റ്സ് ഗ്രോ ഈവൻ ഇൻ ദ ബോട്ടം. ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് ബോട്ടം ലെയേഴ്സിലും പ്ലാന്റ്സ് ഗ്രോ ചെയ്യും. പ്ലെൻറ്റി ഓഫ് വെജിറ്റേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട് കാം വാട്ടർ ആയിരിക്കും. ആൻഡ് ഓരോ ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വെതർ ചേഞ്ചസ് കാരണം ദർ വിൽ ബി ചേഞ്ച് ഇൻ ലെൻറ്റിക് ഹാബിറ്റാറ്റ് ഓൾസോ. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഓൾസോ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയർ. നൗ ഒരു ലെൻറ്റിക് ഹാബിറ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് ഹാബിറ്റാറ്റ് വിത്തൗട്ട് മൂവ്മെൻറ്റ്. ലെൻറ്റിക് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസ്ഡ് ഓൺ ദി ഡെപ്ത് ആൻഡ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആണ് 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതാണ് ലിറ്ററൽ സോൺ, നെക്സ്റ്റ് ഇസ് ലിംനറ്റിക് സോൺ ആൻഡ് ദ തേർഡ് വൺ ഇസ് പ്രൊഫണ്ടൽ സോൺ. ലിറ്ററൽ സോൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി ലാൻഡുമായിട്ട് കണക്ഷൻ വരുന്ന ഒരു റീജിയനെയാണ് ലിറ്ററൽ സോൺ എന്ന് പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി ലോവർ ഡെപ്ത് ആയിരിക്കും. അവർക്ക് അത്ര എന്താ പറയുക ആഴമൊന്നും ഇല്ലാത്ത ലെസ് ഡെപ്ത് ആയിട്ടുള്ള ഏരിയനെയാണ് ലിറ്ററൽ സോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പുറത്തേക്ക് എമർജ് ചെയ്ത് വരുന്ന വാട്ടർ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എമർജ് ചെയ്ത് വരുന്ന പ്ലാന്റ്സും ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ലിറ്ററൽ സോണിൽ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഷാലോ റീജിയൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഇസ് ലിംനറ്റിക് സോൺ. ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മിഡിൽ റീജിയനിൽ വരുന്നതാണ്. ഈ പറയുന്ന ലാൻഡിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് വരുന്ന ഒരു ഏരിയയാണ് ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത്. ലിംനറ്റിക് സോൺ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക ഡോമിനൻ്റ് ആയിട്ട് വരുന്നത് പ്ലാങ്ക്ടോണിക് ആൻഡ് നെക്ടോണിക് പ്ലാന്റ്സ് ആണ്. ഇനി ലിംനറ്റിക് സോണിൻ്റെ ടുവേർഡ്സ് ദ ബോട്ടം വരുന്ന സോണിനെയാണ് പ്രൊഫണ്ടൽ സോൺ എന്ന് പറയുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ബോട്ടം റീജിയനിൽ വരുന്ന ഏരിയ ആണ് പ്രൊഫണ്ടൽ സോൺ. ഇവിടെ ലൈറ്റ് അങ്ങനെ പെനിട്രേറ്റ് ചെയ്യില്ല. ആൻഡ് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ആനിമൽസ് ആണ് പ്രൊഫണ്ടൽ സോണിൽ വരുന്നത്. സോ ഈ ലിറ്ററൽ സോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 സോൺസ്. അതിൽ അപ്പർ ലിറ്ററൽ സോൺ ആണ് ലിറ്ററൽ സോൺ എന്ന് പറയുന്നത്. ദാറ്റ് കംപ്രൈസസ് ഓഫ് ദി എപ്പിലിംനിയോൺ. ലോവർ ലിറ്ററൽ സോണിനെയാണ് സബ് ലിറ്ററൽ സോൺ എന്ന് പറയുന്നത്. അവിടെയാണ് മെറ്റാലിംനിയോൺ ഉള്ളത്. നൗ ലെൻറ്റിക് ബയോട്ട എന്ന് പറയുമ്പോൾ ലെൻറ്റിക് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ പ്ലാങ്ക്ടോണിക് ഫോംസ് വരാറുണ്ട്. ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡ്രിഫ്റ്റിംഗ് ആയിട്ടുള്ള മെനി ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള പ്ലാങ്ക്ടോണിക് ഫോംസ് ഉണ്ട്. ഇനി ന്യൂ സ്റ്റോൺസ് ഉണ്ട്. ന്യൂ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി വാട്ടർ ബോഡിയുടെ ടോപ്പ് സർഫസിൽ സർവൈവ് ചെയ്യുന്ന organisms ആണ്. Like here we can see the picture of new stones. And next is nectons. Nectons എന്ന് പറയുമ്പോൾ those swims in the water. വാട്ടറിൽ അക്വാട്ടിക് വാട്ടർ ബോഡീസിൽ സ്വിം ചെയ്യുന്നവരാണ് നെക്ടോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്ര ഓർ ഓൾ ദി ഫിഷസ് ആർ എക്സാമ്പിൾസ് ഓഫ് നെക്ടോൺസ്. ഇനി പെരിഫൈറ്റോൺസ് ഉണ്ട്. പെരിഫൈറ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ അക്വാട്ടിക് പ്ലാന്റ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഓർഗാനിസത്തിനെയാണ് പെരിഫൈറ്റോൺസ് എന്ന് പറയുന്നത്, ലൈക്ക് ദാറ്റ് ഓഫ് ലീച്ചസ്. ഇനി ബെന്തിക് ഓർഗാനിസംസ് ഉണ്ട് ദാറ്റ് സർവൈവ് ഇൻ ദ ബോട്ടം ഓഫ് ദി ലെൻറ്റിക് ബയോട്ട. ദാറ്റ് ഇസ് ലേക്കിൻ്റെ ഒക്കെ ബോട്ടം സർഫസിൽ സർവൈവ് ചെയ്യുന്ന ബെന്തിക് ഓർഗാനിസംസും പ്രസൻറ്റ് ആണ്. നൗ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൻ്റെ ലോട്ടിക് ഹാബിറ്റാറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോട്ടിക് എന്ന് പറയുമ്പോൾ മൂവിങ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് ആയിരിക്കും. ഇവരുടെ വാട്ടർ ബോഡീസിൻ്റെ കണ്ടീഷൻ ഓൾ ദ ഇയർ സെയിം ആയിരിക്കില്ല. ദേ കീപ്പ് ഓൺ ചേഞ്ചിങ്. സേ ഫോർ എക്സാമ്പിൾ സമ്മർ സീസൺ ആണെങ്കിൽ പോളാർ ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്ത് അതിൽ നിന്ന് വെള്ളം ഒഴുകി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ കറണ്ട് കൂടുതലായിരിക്കും. ഇപ്പോൾ റെയിൻഫോൾ ആണെങ്കിലോ അവിടെയും റേറ്റ് ഓഫ് ഫ്ലോ കൂടുതലായിരിക്കും. ഇപ്പോൾ ഓരോ സീസണിലും അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻ ഓഫ് ദി ഇയർ അനുസരിച്ച് ദ കറണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോയുടെ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ ഒരു റോക്കി സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റോക്കി സർഫസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രാറ്റം കൂടെ ഉണ്ടാകും ഇൻ ലോട്ടിക് ഹാബിറ്റാറ്റ്. ഇനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ലോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത് കറണ്ട് ആണ്, വാട്ടർ കറണ്ട്, പിന്നെ ലാൻഡ് വാട്ടർ എക്സ്ചേഞ്ച്, ഓക്സിജൻ ടെൻഷൻ ആൻഡ് തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ. ലോട്ടിക് ഹാബിറ്റാറ്റിൻ്റെ ബയോട്ട ആൻഡ് അഡാപ്റ്റേഷൻസ്. അപ്പോൾ പ്ലാന്റ് ഫോം എന്ന് പറയുമ്പോൾ വാട്ടർ മോസസ്, ഗ്രീൻ ആൽഗയൊക്കെയും, ഫോണ ലൈക്ക് ആനിമൽസ് എന്ന് പറയുന്നത് സ്നെയിൽസ്, ഫ്രോഗ്സ്, ഫിഷസ് ലൈക്ക് കട്ട്ലയൊക്കെയാണ്. ഇനി അഡാപ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ലോട്ടിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഫ്ലോയിങ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണക്റ്റിംഗ് ചാനൽ. പല എക്കോസിസ്റ്റം കണക്ട് ചെയ്യുന്ന ഒരു ലൈക്ക് പല അക്വാട്ടിക് എക്കോസിസ്റ്റം കണക്ട് ചെയ്യുന്ന ഒരു മീഡിയയാണ്. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ എൻവയോൺമെൻറ്റ്സിലുള്ള ക്രീക്കുകൾ, സ്മോൾ റിവേഴ്സ് ലൈക്ക് തിങ്സ്, ബ്രൂക്ക്, സ്പ്രിങ്, സ്ട്രീംസ് ഒക്കെ
കണക്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. മേ ബി ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ടു എ സീ. അങ്ങനെ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്ത് പോകുന്ന ഒരു എക്കോസിസ്റ്റമാണ് ലോട്ടിക് ബയോട്ട. അപ്പോൾ അത് കണക്റ്റിംഗ് ചാനലായിട്ടാണ് കോമൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലോട്ടിക് ഹാബിറ്റാറ്റിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കായിരിക്കും, വൺ സിംഗിൾ ഡയറക്ഷനിലേക്കായിരിക്കും കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നത്. ആൻഡ് വെൻ കമ്പയർഡ് ടു ലേക്സ്, ഇത് നാരോവർ ആണ്. ലോട്ടിക് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നാരോവർ ആണ് ബട്ട് ലോങ്ങർ ആണ്. ആൻഡ് എൻറ്റയർ ഈ പറയുന്ന ലോട്ടിക് ബയോട്ട എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം സംവാട്ട് സിമിലർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. വാട്ടർ ടെമ്പറേച്ചർ ഫ്രം top to bottom will be almost same. സോ കറണ്ട് ആൻഡ് സ്ട്രീം പാറ്റേൺ ആണ് അടുത്തത്, അതായത് ഒഴുക്കിൻ്റെ വെലോസിറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ മെയിൻലി ഈ പറയുന്ന ലോട്ടിക് ഹാബിറ്റാറ്റ് ഒന്നല്ലെങ്കിൽ ഐസ് ക്യാപ്പിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹ്യൂജർ ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയിൽ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഉറവിടത്തിൻ്റെ എത്രത്തോളം വാട്ടർ അവൈലബിൾ ആണോ അതനുസരിച്ചായിരിക്കും സ്ട്രീം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒഴുക്ക് വരുന്നത്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വിൻഡിനും ഇൻഫ്ലുവൻസ് ഉണ്ട്. ദാറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് ഫോർ ദി കറണ്ട് ഓഫ് റണ്ണിങ് വാട്ടർ. ഇനി ഈ പറയുന്ന ലോട്ടിക് ഹാബിറ്റാറ്റ്, റിവറോ വാട്ട് എവർ ഇറ്റ് മേ ബി, അതിൽ ഡിസോൾവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ട്. ആ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും ഈ പറയുന്ന അതിൻ്റെ ബേസിൻ്റെ ക്യാരക്ടറാണ്, ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറാണ്. ഇപ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു ഐസ് ക്യാപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ഈ പറയുന്ന വാട്ടർ ബോഡീസിലുള്ള ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസിനും അതേപോലെ സസ്പെൻഡഡ് പാർട്ടിക്കിളിനും ഉണ്ടാകുന്നത്. ഇനി ലൈറ്റ്, ടെമ്പറേച്ചർ ആൻഡ് റൺ ഓഫ്. അപ്പം പെനിട്രേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഡിസോൾവ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇല്ലേ, അതാണ് ടർബിഡിറ്റി. അപ്പോൾ ആ ടർബിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് പെനിട്രൻസ് ഓഫ് ലൈറ്റ് വരുന്നത്. Now next is the marine ecology. Marine ecology എന്ന് പറയുമ്പോൾ സീ ആൻഡ് ഓഷ്യൻസിൽ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെയും അതേപോലെ ആനിമൽസിൻ്റെയും ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെയൊക്കെ സ്റ്റഡിയാണ് മെറൈൻ എക്കോളജി. ആൻഡ് മെറൈൻ എക്കോളജീനെ പറയുന്നതാണ് ഓഷ്യനോഗ്രഫി. മെറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് എക്കോസിസ്റ്റം ആണ്. ആൻഡ് വെൻ വി കൺസിഡർ ദി ഡെപ്ത് ഓഫ് ദി മെറൈൻ എക്കോസിസ്റ്റം, നമ്മളൊരു ഓഷ്യനാണ് എടുക്കുന്നതെങ്കിൽ ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി ഓഷ്യൻ ഇസ് കോൾഡ് ആസ് ഓഷ്യൻ ട്രെഞ്ചസ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മോർ ദാൻ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ആയിരിക്കും ഈ പറയുന്ന ട്രെഞ്ചസിൻ്റെ ഡെപ്ത്. അപ്പോൾ നമ്മളുടെ വേൾഡിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ഡെപ്ത് ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് മെറീന ട്രെഞ്ച് ഇൻ പസഫിക് ഓഷ്യൻ. നൗ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറൈൻ എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സീയും, സീ ഇസ് എ പാർട്ട് ഓഫ് മെറൈൻ എക്കോസിസ്റ്റം. അപ്പോൾ എല്ലാ സീയും ആർ ഇന്റർ കണക്റ്റഡ്. അപ്പോൾ എന്തിലാണ് ഓഷ്യനിലേക്ക് ദേ മീറ്റ്. സോ ഓൾ ദ സീസ് ആർ ഇന്റർ കണക്റ്റഡ്. ആൻഡ് സെലൈനിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ ആണ്, 35% സെലൈനിറ്റി ഉണ്ട്. ആൻഡ് ദേ ആർ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ഇൻ കോമ്പോസിഷൻ, ടെമ്പറേച്ചർ ആൻഡ് ന്യൂട്രിയൻ കണ്ടന്റ്. ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഷോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ഫ്രഷ് വാട്ടറിൽ ലെൻറ്റിക് ഇത് പറഞ്ഞതുപോലെ സ്ട്രാറ്റിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ബോട്ടം ടു സർഫസ് പല ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ നമുക്ക് ലൈക്ക് ഇൻ മെറൈൻ എക്കോസിസ്റ്റം ഒക്കർ ചെയ്യുന്നുണ്ട്. മെറൈൻ എക്കോസിസ്റ്റത്തിൻ്റെ കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി സർക്കുലേറ്റിംഗ് കൈൻഡ് ഓഫ് കറണ്ട് ആണ് ഉള്ളത്. രണ്ട് ടൈപ്പാണ്, ഇക്വറ്റോറിയൽ കറണ്ട് ആൻഡ് കോസ്റ്റൽ കറണ്ട്. ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറയുന്നത് ദേ സർക്കുലേറ്റ് ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അതേപോലെ തന്നെ കോസ്റ്റൽ കറണ്ട് എന്ന് പറയുന്നത് സർക്കുലേറ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ടൈഡ്സ് ആൻഡ് വേവ്സും പ്രസൻറ്റ് ആണ് ഇൻ മെറൈൻ എക്കോസിസ്റ്റം. സീയിലായാലും ഓഷ്യനിലായാലും ടൈഡ്സ് പ്രസൻ്റ് ആണ്. ടൈഡ്സ് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് മൂൺ ആൻഡ് സൺ ആണ്. ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്തിൻ ദ ഡെപ്ത്. ആഴം കൂടുന്തോറും പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലൈറ്റ് ആൻഡ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഓൾസോ വേരി ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് ഓഫ് മറൈൻ എക്കോസിസ്റ്റം. സോ ദിസ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഇൻ ഓഷ്യൻ. അപ്പം നമ്മൾ ഓഷ്യനിലെ അല്ലെങ്കിൽ സീയിലെ ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ഓഷ്യൻ ഓർ ദി ഓപ്പൺ സീ ഇസ് നോൺ ആസ് പെലാജിക് എൻവയോൺമെൻറ്റ്. പെലാജിക് എൻവയോൺമെൻറ്റിൽ ഡയറക്റ്റ് ലൈറ്റ് റിസീവ് ചെയ്യും. ആൻഡ് കോണ്ടിനെൻ്റൽ ഷെൽസ് ഉണ്ട്. കോണ്ടിനെൻ്റൽ ഷെൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എഡ്ജ് ഓഫ് ദി കോണ്ടിനെൻറ്റ് ദാറ്റ് ലൈ അണ്ടർ ദ ഓഷ്യൻ ഓർ ദ സീ. സീയുടെയോ ഓഷ്യൻ്റെയോ അടിയിലുള്ള ലാൻഡിൻ്റെ പോർഷനെയാണ് കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. അപ്പം ലാൻഡും കോണ്ടിനെൻ്റൽ ഷെൽഫ് റീജിയനിൽ വരുന്ന ഓപ്പൺ ഓഷ്യൻ റീജിയനെയാണ് നീറട്ടിക് സോൺ എന്ന് പറയുന്നത്. പെലാജിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓഷ്യൻ ആണ്. ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി ഓഷ്യൻ or the sea is known as pelagic zone. ഈ പെലാജിക് സോണിൻ്റെ കോണ്ടിനെൻ്റൽ ഷെൽഫ് ആൻഡ് ലാൻഡ് റീജിയനിലേക്ക് കണക്ട് ചെയ്യുന്ന റീജിയൻ ഓഫ് ഓഷ്യൻ ഓർ ദ സീ ഇസ് നോൺ ആസ് നീറട്ടിക് സോൺ. ആൻഡ് ദി കോണ്ടിനെൻ്റൽ ഷെൽഫ് തീരുന്ന ആ ഒരു പോയിന്റ് തുടങ്ങിയുള്ള ഓപ്പൺ ഓഷ്യനെയാണ് ഓഷ്യാനിക് പ്രൊവിൻസസ് എന്ന് പറയുന്നത്.
ആൻഡ് ദിസ് ഓഷ്യാനിക് പ്രൊവിൻസസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. അതിൽ എപ്പിപെലാജിക് സ്ട്രാറ്റയുണ്ട്, മീസോപെലാജിക് സ്ട്രാറ്റയുണ്ട്, ബാത്തിപെലാജിക് ഉണ്ട് ആൻഡ് അബിസോപെലാജിക് റീജിയനും ഉണ്ട്. ദീസ് ആർ ദ റീജിയൻസ്. അപ്പം ഏറ്റവും കുറഞ്ഞ ലൈറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ലൈറ്റ് റീച്ച് ചെയ്യാത്തൊരു റീജിയനാണ് അബിസോപെലാജിക്. ആൻഡ് ബാത്തിപെലാജിക്കും അങ്ങനെ അധികം ലൈറ്റ് റീച്ച് ചെയ്യാത്ത സ്ഥലമാണ്. മീസോപെലാജിക് എന്ന് പറയുമ്പോൾ സ്മോൾ പോർഷൻ ഓഫ് ലൈറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. എപ്പിപെലാജിക്കിൽ ലൈറ്റ് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ദീസ് ആർ ദ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ഓഷ്യൻ. മറൈൻ എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി 2 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, പെലാജിക് ആൻഡ് ബെന്തിക് റീജിയൻ. പെലാജിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഓഷ്യൻ ഓർ ദി ഓപ്പൺ സീ ആണ്, വാസ്റ്റ് ഏരിയ ആണ്, കവേഴ്സ് എ ലാർജ് ഏരിയ. സോ ഇത് ബേസിക്കലി ഈ പറയുന്ന പെലാജിക് റീജിയൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നീറട്ടിക് ആൻഡ് ഓഷ്യാനിക് സോൺ. നീറട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടുവേർഡ്സ് ദി കോണ്ടിനെന്റൽ ഷെൽഫ്, ലാൻഡിനോട് അടുത്ത ആ ഒരു റീജിയനെയാണ് നീറട്ടിക് സോൺ എന്ന് പറയുന്നത്. ലോ സലൈനിറ്റി, ഹൈ സെഡിമെന്റേഷൻ, ടെർബിഡിറ്റി ഉള്ള റീജിയൻ ആണ് ആൻഡ് ചേഞ്ചിങ് കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള റീജിയൻ ആണ് ഈ നീറട്ടിക് സോൺ. നൗ ഓഷ്യാനിക് സോൺ എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഷെൽഫ് കഴിഞ്ഞ് വരുന്ന ഓപ്പൺ ഓഷ്യൻ അല്ലെങ്കിൽ ഓപ്പൺ സീ റീജിയനെയാണ് ഓഷ്യാനിക് സോൺ എന്ന് പറയുന്നത്. ഓഫ് ഷോർ റീജിയൻ ആണ് ഓഫ് വാട്ടർ ആൻഡ് ഫ്രീ ഫ്രം ഇൻഫ്ലുവൻസ് ഓഫ് ടെറസ്ട്രിയൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പം ലാൻഡിനോട് നീങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഓഷ്യാനിക് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 4 റീജിയൻ ബേസ്ഡ് ഓൺ ലൈറ്റ്: അബിസോപെലാജിക്, എപ്പിപെലാജിക്, മീസോപെലാജിക് ആൻഡ് ബാത്തിപെലാജിക്. സോ പെലാജിക് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ദേ ആർ കോൾഡ് ആസ് പെലൈഡ്സ് ആൻഡ് ബേസിക്കലി പ്ലാങ്ക്ടോൺസ് ആൻഡ് നെക്ടോൺസ് ആണുള്ളത്. There are 2 kinds of planktonic forms. Holoplanktons. Holoplanktons എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്നതാണ്. അവിടെ കാണുന്ന ആ ഒരു എക്കോസിസ്റ്റത്തിൽ എപ്പോഴും കണ്ടുവരുന്ന സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് ഹോളോപ്ലാങ്ക്ടൺസ്. മീറോപ്ലാങ്ക്ടൺസ് എന്ന് പറയുമ്പോൾ ടെമ്പററി പ്ലാങ്ക്ടൺസ് ആണ്. അപ്പോൾ സർട്ടൻ എൻവയോൺമെന്റൽ കണ്ടീഷൻ വരുമ്പോൾ മാത്രം വരുന്നവരാണ് മീറോപ്ലാങ്ക്ടൺസ്. ടെമ്പററി പ്ലാങ്ക്ടോണിക് ഫോംസ് ആണ്. Now പ്ലെക്ടോൺസ് എന്ന് പറയുമ്പോൾ ലാർജ് സൂ പ്ലാങ്ക്ടൺസ് ആണ്. ദേ ബേസിക്കലി വാട്ടറിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് സൂ പ്ലാങ്ക്ടൺസ് ആണ്. സൂ പ്ലാങ്ക്ടൺസ് ആയതുകൊണ്ടിട്ട് ഗ്യാസ് ഫിൽഡ് ബ്ലാഡേഴ്സ് പ്രസൻറ്റ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഫൈസാലിസ്. ഇനി ന്യൂ സ്റ്റോൺസ് ആർ ഓൾസോ പ്രസൻറ്റ്. ന്യൂ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടറിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ന്യൂ സ്റ്റോൺസ്. ഇനി നെക്ടോൺസ് ഉണ്ട്. നെക്ടോൺസ് എന്താണ്? സ്വിം ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് നെക്ടോൺസ്. നൗ ബെന്തിക് സോൺ. ബെന്തിക് സോൺ എന്ന് പറയുന്നത് സീയുടെയോ ഓഷ്യൻ്റെയോ ഫ്ലോർ റീജിയൻ ആണ്. ലാൻഡ് വരുന്ന മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഡീപ്പസ്റ്റ് റീജിയൻ ആണ് ബെന്തിക് റീജിയൻ എന്ന് പറയുന്നത്. ദിസ് ബെന്തിക് റീജിയൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2: ലിറ്റോറൽ സോൺ ആൻഡ് ഡീപ് സീ സിസ്റ്റം. ലിറ്റോറൽ സോൺ എന്ന് പറയുമ്പോൾ സീഷോറിനോട് അടുത്ത് വരുന്ന റീജിയൻ ആണ് ലിറ്റോറൽ സോൺ. ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ റിസീവ് ചെയ്യും. ഈ എവിടെ? ബെന്തിക് റീജിയനിൽ, ലിറ്റോറൽ സോണിലെ ബെന്തിക് റീജിയനിൽ ലൈറ്റ് റിസീവ് ചെയ്യും. ആൻഡ് ഈ ബെന്തിക് സോൺ ഓഫ് ലിറ്ററൽ റീജിയൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2, that is ulittoral and sublittoral. And there are 3 kind of habitat: sandy shore, muddy shore and rocky shore. So deep sea zone എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഓഷ്യാനിക് റീജിയൻ കോമൺലി 200 to 10,000 മീറ്ററിലുള്ള ഡെപ്ത് ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ബേസിക്കലി 3 regions: ബാത്തൈൽ, അബിസൈൽ ആൻഡ് ഹാഡൽ. ആൻഡ് ഈ ബാത്തൈൽ റീജിയൻ എന്ന് പറയുമ്പോൾ ഡീപ്പ് ആയിട്ടുള്ള റീജിയൻ ആണ് ആൻഡ് പാർട്ട് ഓഫ് ഓപ്പൺ ഓഷ്യനുമാണ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഓപ്പൺ ഓഷ്യൻ ആൻഡ് ഡെപ്ത് എന്ന് പറയുമ്പോൾ 1000 to 4000 മീറ്റർ ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദി ഓഷ്യൻ സർഫസ്. ഓഷ്യൻ സർഫസിൽ നിന്നും 1000 to 4000 ഡെപ്തിലായിരിക്കും ബാത്തൈൽ റീജിയൻ ഉള്ളത്. എബിസൈൽ റീജിയൻ എന്ന് പറയുന്നത് ബേസിക്കലി 4000 to 6000 മീറ്റർ ഫ്രം ദി സീ സർഫസ് ആയിരിക്കും അല്ലെങ്കിൽ ഓഷ്യൻ സർഫസ് ആയിരിക്കും. ആൻഡ് കംപ്ലീറ്റ്ലി ഡാർക്കർ ആയിട്ടുള്ളൊരു റീജിയൻ ആണ് അബിസൈൽ റീജിയൻ. പിന്നെ ഹാഡൽ റീജിയൻ ഉണ്ട്. ഹാഡൽ സോൺ എന്ന് പറയുമ്പോൾ ഈ ട്രെഞ്ചസിലൊക്കെ വരുന്ന ഒരു റീജിയൻ ആണ്. വളരെ ഡീപ്പായിട്ടുള്ള റീജിയൻ ആണ്. 6000 to 10,000 മീറ്റർ ഡെപ്തിലായിരിക്കും ഫ്രം ദ സർഫസിൽ വരുന്നത്. സർഫസിൽ നിന്നും 6,000 to 10,000 ഡെപ്തിലുള്ള റീജിയൻ ആണ് ഈ ഹാഡൽ സോൺ എന്ന് പറയുന്നത്. സോ ഓൾ ദി 3 സോൺസ് ആർ ബാത്തൈൽ, അബ്സൈൽ ആൻഡ് ഹേഡൽ. ഡീപ് സീ സോൺ എടുത്തു കഴിഞ്ഞാൽ കോണ്ടിനെൻ്റൽ സ്ലോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. കോമൺലി ലൈറ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള റീജിയനാണ് ഈ ഡീപ് സീ സോൺ എന്ന് പറയുന്നത്. ആൻഡ് ആബ്സെൻസ് ഓഫ് വെജിറ്റേഷനും ഉണ്ട്. അൺചേഞ്ചിങ് എൻവയോൺമെൻ്റ് ആണ്. കാരണം ഡാർക്കർ റീജിയൻ ആണ്. അധികം ലൈറ്റ് ഒന്നും റിസീവ് ചെയ്യില്ല. സോ ടെമ്പറേച്ചർ ചേഞ്ചും വരാൻ സാധ്യതയില്ല.
ആൻഡ് ടൈഡും വേവ്സും ഒരു എഫക്റ്റ് കൊടുക്കുന്നില്ല, എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഇല്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹൈ പ്രഷർ ഹയസ്റ്റ് ആയിട്ടുള്ള റീജിയൻ ആണ് ഈ ഡീപ് സീ സോൺ എന്ന് പറയുന്നത്. ഫോസിലൈസ്ഡ് ഫോണാസ് പ്രസൻറ്റ് ആയിരിക്കും ആൻഡ് കീമോസിന്തറ്റിക് ബാക്ടീരിയം പ്രസൻറ്റ് ആയിരിക്കും. അടുത്തതാണ് വെറ്റ്ലാൻഡ് ഹാബിറ്റാറ്റ്. വെറ്റ്ലാൻഡ് ഹാബിറ്റാറ്റിൽ കമ്പാരിറ്റീവ്ലി ഓൾവേസ് വാട്ടർ അവൈലബിലിറ്റിയും ഉണ്ട് ആൻഡ് പെർമനൻ്റ്ലി ഓക്സിജൻ അവൈലബിലിറ്റിയും ഉണ്ട്. സ്പെസിഫിക് വാട്ടർ ലെവലായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ടൈഡൽ എഫക്ട്സും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, ഹൈ ടൈഡും ലോ ടൈഡും ഒക്കെ എഫക്റ്റ് വരാറുണ്ട്. ആൻഡ് കോമൺ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ മാംഗ്രൂവ്സ്, ഫേൺസ് ആൻഡ് വേരിയസ് അതർ കൈൻഡ് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് അക്വാട്ടിക് ടെറിഡോഫൈറ്റ്സും ഉണ്ടാകും, അക്വാട്ടിക് ആൻജിയോസ്പോംസും ഉണ്ടാവാറുണ്ട്. ആൻഡ് വാട്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് സ്റ്റാൻഡേർഡ് ലെവലിലായിരിക്കും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആൻഡ് അഡ്ജസൻറ്റ് റീജിയനിലുള്ള സോയിലിലും വാട്ടറിൻ്റെ എമൗണ്ട് ഉണ്ട്. ആൻഡ് ഹൈഡ്രിക് സോയിലായിരിക്കും വെറ്റ്ലാൻഡിലുള്ളത്. ആൻഡ് ഹൈഡ്രോഫൈറ്റ്സ് അതർ പ്ലാന്റ്സ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ വെറ്റ്ലാൻഡ് ഹാബിറ്റാറ്റ്. ആൻഡ് വെറ്റ്ലാൻഡിനെ ഒരു എക്കോട്ടോൺ എക്കോസിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഡ്രൈ ലാൻഡും വാട്ടർ ബോഡിയുടെയും ഒരു എക്കോട്ടോൺ അല്ലെങ്കിൽ ട്രാൻസിഷൻ റീജിയൻ ആയിട്ടാണ് വെറ്റ്ലാൻഡിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് കോസ്റ്റൽ ഏരിയ വെറ്റ്ലാൻഡ് വരുന്നത് എഷ്വറീസ്, കായലില്ലേ, ആൻഡ് സോൾട്ട് മാർഷ് ആൻഡ് മാംഗ്രൂവ്സ് ആണ് ഈ പറയുന്ന കോസ്റ്റൽ ഏരിയ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അബ്സോർബ് വിൻഡ് ആൻഡ് ടൈഡൽ ഫോഴ്സിൻ്റെ എഫക്റ്റുമുണ്ട്. ആൻഡ് കോമൺലി ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള വെറ്റ്ലാൻഡ് ഉണ്ട്, സോൾട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ള വെറ്റ്ലാൻഡും ഉണ്ട്. ആൻഡ് മിക്സ്ഡ് സോൾട്ട് വാട്ടർ ആൻഡ് ഫ്രഷ് വാട്ടർ മിക്സ്ഡ് ആയിട്ടുള്ള ബ്രാക്കിഷ് വാട്ടർ വെറ്റ്ലാൻഡ്സും ഉണ്ട്. ടൈപ്പ് ഓഫ് വെറ്റ്ലാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ മെറൈൻ വെറ്റ്ലാൻഡ്, എഷ്വറൈൻ വെറ്റ്ലാൻഡ്, റിവർ വെറ്റ്ലാൻഡ്, ലാക്യുറൈൻ വെറ്റ്ലാൻഡ് ആൻഡ് പോൾസ്ട്രൈൻ വെറ്റ്ലാൻഡ്സ് ആണുള്ളത്. ആൻഡ് നൗ നമ്മൾ വെറ്റ്ലാൻഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണ് വിത്ത് വേരിയസ് കൈൻഡ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് അതർ ഐറ്റംസ്. സോ അർബണൈസേഷൻ കാരണമാണ്, എക്സ്പാൻഡഡ് പോപ്പുലേഷൻ കാരണമാണ് ഇങ്ങനെ വെറ്റ്ലാൻഡ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് വാട്ട് ഈസ് അവർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, വി ഷുഡ് സേവ് ദീസ് വെറ്റ്ലാൻഡ്സ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്കോസിസ്റ്റം ദാറ്റ് ഷുഡ് ബി പ്രിസർവ്ഡ്. ദ ഫസ്റ്റ് കൈൻഡ് ഇസ് പോൾസ്ട്രൈൻ വെറ്റ്ലാൻഡ്. ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ് ആയിരിക്കും. ആൻഡ് ഇൻലാൻഡ് വെറ്റ്ലാൻഡ് ആണ്, അതായത് വിത്തിൻ ദ ലാൻഡ് വരുന്ന ഒരു വെറ്റ്ലാൻഡ് ആണ്. ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് എ ലേക്ക് ഓർ എ റിസർവയർ. അപ്പം സ്മോളർ ആണ്, ഷാലോവർ ആണ്. അപ്പോൾ ഇവിടെ ലാൻഡ് അല്ലെങ്കിൽ സോയിൽ കണ്ടന്റ് ആണ് കൂടുതൽ, വാട്ടർ കണ്ടന്റ് വളരെ കുറവാണ്. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് പാൽസറൈൻ വെറ്റ്ലാൻഡ് ആണ് മെഡോസ് ആൻഡ് ബോഗ്സ്. അതായത് നമ്മുടെ പീറ്റ്, സ്പാഗ്നം, ബോഗൊക്കെ ഇല്ലേ, അതൊക്കെ കോമൺ ആയിട്ട് വരുന്നത് പോൾസ്ട്രൈൻ വെറ്റ്ലാൻഡിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ്. അടുത്തത് ലാക്യുസ്ട്രൈൻ വെറ്റ്ലാൻഡ് ആണ്. ലാക്യുസ്ട്രൈൻ വെറ്റ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ലേക്കിൻ്റെ അഡ്ജസ്റ്റൻറ്റ് റീജിയൻസിലൊക്കെ വരുന്ന ഒരു വെറ്റ്ലാൻഡ് ആണ്. ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ വെറ്റ്ലാൻഡ് ആൻഡ് ലാർജർ ഏരിയയാണ് ഇവർക്കുള്ളത്. 20 acres അറൗണ്ട് ഒക്കെ വരും ഈ പറയുന്ന ലാക്യുസ്ട്രൈൻ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ എക്സ്പോസ് ടു വേവ് ആക്ഷൻസ്. ആൻഡ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നതും ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ് ആണ് വിച്ച് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ലേക്ക്. ലേക്കിലുള്ള ഈ ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ് സെഡിമെൻ്റ് ആയിട്ട് ഈ ലാക്യുസ്ട്രൈൻ വെറ്റ്ലാൻഡിലും വരാറുണ്ട്. അടുത്തത് റിവറൈൻ വെറ്റ്ലാൻഡ് ആണ്. റിവറൈൻ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിൻ്റെയും സ്ട്രീംസിൻ്റെയും ചാനൽ റീജിയനിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് വെറ്റ്ലാൻഡ് ആണ്. ഇറ്റ് സപ്പോർട്ട് ലാർജ് നമ്പർ ഓഫ് വെജിറ്റേഷൻസ് ലൈക്ക് ട്രീസ് ആൻഡ് ഗ്രാസസ്. അതേപോലെ സോയിലിനെ ഹോൾഡ് ചെയ്ത് പിടിക്കും ആൻഡ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ഡ്യൂറിങ് ഫ്ലഡ് കണ്ടീഷൻ. നൗ എഷ്വറൈൻ വെറ്റ്ലാൻഡ്, കായൽ ഒക്കെയാണ് എഷ്വറൈൻ വെറ്റ്ലാൻഡിൽ വരുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു എക്കോട്ടോൺ റീജിയൻ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ കോമൺ ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ മിക്സ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് എഷ്വറൈൻ എന്ന് പറയുന്നത്. കോസ്റ്റൽ വെറ്റ്ലാൻഡ് ആണ്. ആൻഡ് ഇവിടെ ഒരു എക്കോട്ടോൺ റീജിയൻ ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ പ്ലേസ് ഓഫ് മെനി ഫിഷസ് ആൻഡ് ബേർഡ്സ് ബ്രീഡിങ്. പല ഫിഷുകളും ബേർഡ്സും ബ്രീഡ് ചെയ്യുന്ന ഒരു കോമൺ സ്പേസ് ആണ് എഷ്വറൈൻ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. കാരണം ഒരു ഫേവറബിൾ ആയിട്ടുള്ള റീജിയൻ ആണ്. സോൾട്ടി ആൻഡ് ആസ് വെൽ ആസ് ഫ്രഷ് വാട്ടർ രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന ഒരു റീജിയൻ ആയതുകൊണ്ടിട്ട് ഇറ്റ് ഈസ് ഫേവറബിൾ. ആൻഡ് സ്പോണിങ് ഗ്രൗണ്ട് ആണ്, എഗ് ലേ ചെയ്യുന്ന ഒരു സ്പോണിങ് ഗ്രൗണ്ട് ആണ് ഈ എഷ്വറൈൻ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് വെറ്റ്ലാൻഡ് ആണ് അഷ്ടമുടി വെറ്റ്ലാൻഡ്. അഷ്ടമുടി വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു പാം ഷേപ്ഡ് ആയിട്ടുള്ള ലാർജ് വെറ്റ്ലാൻഡ് ആണ്. ഒരു യുണീക്ക് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ആണ്. ആൻഡ് വെൻ കമ്പയർഡ് വിത്ത് വേമ്പനാടാണ് ഇത് ലാർജസ്റ്റ് ലൈക്ക് വെറ്റ്ലാൻഡ്. അതിനുശേഷം വരുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ളതാണ് അഷ്ടമുടി വെറ്റ്ലാൻഡ്. അഷ്ടമുടി വെറ്റ്ലാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റാംസാർ കൺസർവേഷനിലൊക്കെ ഇടം പിടിച്ചൊരു വെറ്റ്ലാൻഡ് ആണ്. ആൻഡ് ഫോർ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി, കൺസർവേഷനും സസ്റ്റൈനബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് റാംസാർ കൺവെൻഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന അഷ്ടമുടി വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് എഷ്വറൈൻ സിസ്റ്റമാണ്.
ആൻഡ് ഹൈഡ്രോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫങ്ഷൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെറ്റ്ലാൻഡ് ആണ്. ആൻഡ് ഇറ്റ് സപ്പോർട്ട് ലാർജ് നമ്പർ ഓഫ് മാംഗ്രൂവ്സ്, 40 അസോസിയേറ്റഡ് പ്ലാന്റ് സ്പീഷീസ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇറ്റ് ഇസ് എ പ്ലേസ് ഓഫ് വേരിയസ് മൈഗ്രേറ്ററി ബേർഡ്സ് ആൻഡ് ഫിഷസ്. നൗ വേമ്പനാട് വെറ്റ്ലാൻഡ്. വേമ്പനാട് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വെറ്റ്ലാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ആൻഡ് ബേസിക്കലി ചെമ്മീനിലെ ഷ്രിംപ് ആ ഒരു ഓർഗാനിസം, ആ കൈൻഡ് ഓഫ് സ്പീഷീസിൻ്റെ ഒരു ഐഡിയൽ ഹാബിറ്റാറ്റ് ആണ്. ബ്രാക്കിഷ് വാട്ടർ ആണ്, ഹ്യൂമിഡ് കണ്ടീഷൻ ആണ്, ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ആണ്. 90 സ്പീഷീസ് ഓഫ് റെസിഡൻറ്റ് ബേർഡ്സ് ഉണ്ട്, 50 സ്പീഷീസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സും വേമ്പനാടിനുണ്ട്. ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് വേണ്ടിയിട്ട് ബൈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടറും ഈ വേമ്പനാട് വെറ്റ്ലാൻഡിലൂടെ വരുന്നുണ്ട് അഡ്ജസൻറ്റ് ഏരിയയിലൊക്കെ. പിന്നെ എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അതായത് ഫിഷസിൻ്റെ എഗ് ലേയിങ് ആയിട്ടുള്ള സ്പോണിങ് റീജിയൻ ആണ്. അതേപോലെ ഇപ്പം നമ്മൾ ഫിഷ് കൾട്ടിവേഷൻ ഒക്കെ ചെയ്യുന്നത്, ക്രോപ്പിംഗ് ഒക്കെ ചെയ്യുന്നതും ഈ പറയുന്ന വേമ്പനാട് വെറ്റ്ലാൻഡിലൊക്കെ ധാരാളമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് ലൈഫ് സപ്പോർട്ടായിട്ട് വരുന്ന ഒരു വെറ്റ്ലാൻഡ് ആണ് വേമ്പനാട് വെറ്റ്ലാൻഡ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.